പോലുള്ളവരാണ് ശരിക്കും അറിയപ്പെടേണ്ടത്. കാരണം ഇവർ ഭയങ്കരമായിട്ടിരുന്ന് കഷ്ടപ്പെട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതുപോലെയുള്ള ഓരോ ഉത്സവങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഉടുത്തണിഞ്ഞൊരുങ്ങുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇവർ വലുതായിട്ട് ആരും അറിയപ്പെടുന്നില്ല. അപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതുപോലെയുള്ള സംരംഭകർ അല്ലെങ്കിൽ അറിയപ്പെടാത്ത ആൾക്കാരെ ഒന്ന് പുറത്തേക്കൊന്ന് കൊണ്ടുവരണം, അവരെ ലോകം അറിയണം എന്നുള്ളത്. ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളിപ്പോൾ പൊള്ളാച്ചിക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ പാലക്കാട് ബോർഡറൊക്കെ ആയപ്പോൾ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ നിറയെ ഇങ്ങനെ കേരള സാരി, നമ്മുടെ എന്താ പറയുക, നെയ്ത് ഉള്ള സാരികളുടെ കുറേ ഷോപ്പുകൾ കണ്ടു. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഇറങ്ങി അന്വേഷിച്ചപ്പോൾ ഇതൊരു കൈത്തറി ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കുത്താമ്പുള്ളി അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്, ആൾക്കാർ ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു സ്ഥലമാണ്. പക്ഷേ നിറയെ എന്ന് പറഞ്ഞാൽ വീടുകളിൽ മുഴുവൻ ഇതുപോലെ അവർ കൈത്തറി സാരികളൊക്കെയാണ് ചെയ്തെടുക്കണത്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് കൂടുതൽ അറിയണമെന്ന് തോന്നിയിട്ട് ഞങ്ങൾ ഒന്ന് വന്നതാണ്. അപ്പം എനിക്ക് തോന്നി നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, കാരണം നല്ല രസമാണ് കേട്ടോ. പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യും, അതുപോലെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്നൊരു 10 പേരെ തിരഞ്ഞെടുത്തിട്ട് അടിപൊളി ഒരു സമ്മാനം ഉണ്ട്. അത് സമ്മാനം എന്താണെന്നൊക്കെ ഉള്ളത് പിന്നെ കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനുള്ളിലെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം. ഇത് എവിടെയായി പ്രോപ്പറായിട്ട്? പാലക്കാട്. ഇത് പാലക്കാട് പെരുവമ്പ് കല്ലഞ്ചിറ. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇങ്ങനെ നെയ്ത്ത് ഗ്രാമം പോലെയാണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. അപ്പൊ ഇത് ചെയ്യേണ്ട യൂണിറ്റ് ആണ് നമ്മുടെ യൂണിറ്റ്. ഒരു 6 തരി ഉണ്ട്. നേരത്തെ ഒരു 10 തരി 15 തരി ഉണ്ടായിരുന്നു. ഓക്കെ. അതൊക്കെ ഇപ്പൊ നെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് എല്ലാം കുറച്ച് വരികയാണ്. അപ്പൊ ഇത് ശരിക്കും കേരള സാരി മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? കേരള സാരി ഇപ്പൊ ഓണക്കാലത്താകുമ്പോൾ കേരള സാരി, ഇത് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞാൽ കളർ സാരി, ചുരിദാറ്, സെറ്റുമുണ്ട്, അങ്ങനെയൊക്കെ എല്ലാം അടിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമ്മളുടെ മാത്രമല്ല, ഈ ബാക്കിയുള്ള വീടുകളിലൊക്കെ ചെയ്യണതും സെയിം തന്നെ മെത്തേഡ്. അപ്പൊ ഈ ഏകദേശം ഇപ്പൊ ഒരു സാരിയൊക്കെ ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും? ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഇപ്പൊ നെയ്തുകൊണ്ട് സാരി നെയ്യണമെങ്കിൽ 2 ദിവസം പിടിക്കും. ഓക്കെ. ഈ ബോർഡർ ഇങ്ങനെ സിമ്പിൾ ബോർഡർ മാത്രമായിട്ട് 2 ദിവസം പിടിക്കും വെച്ചിട്ട്. പിന്നെ ജക്കാട് ഇതൊക്കെ നെയ്യുമ്പോൾ ഒരാഴ്ചക്ക് പിടിക്കും. ജക്കാർഡ് മീൻസ് ഈ നമ്മൾ പ്രിന്റ് ആയിട്ട് മയില് ഇതൊക്കെ വരുന്നില്ലേ, പൂക്കള്, ആ ടൈപ്പ്. അപ്പൊ ഈ പ്രിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് നമുക്ക് ഇഷ്ടമുള്ള പ്രിന്റ്, ഈ കല്യാണ ചെക്കന്റെ പെണ്ണിന്റെ ഒക്കെ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ അതേപോലെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ ചേട്ടന് ഇത് ഇവിടെ ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ പിന്നെ വെളിയില് ബാലരാമരം ഹോൾസെയിലും ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും. എല്ലാം മോഹൻലാൽ പാരിക്കൂട് നെയ്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലേ? ഇവിടെ അമ്മായി ഉണ്ട് ഇവിടെ പാലക്കാട്. അവിടെ വരുമ്പോ എന്നെ വിളിക്കും. അപ്പൊ നല്ല എന്താ പറയാ, സെലിബ്രിറ്റീസിനൊക്കെ. അപ്പൊ ഞാൻ ഇപ്പം സംസാരിച്ചപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചന്ദ്രയാൻ നമ്മുടെ ISROയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആഗ്രഹം എനിക്ക് ഡിസൈൻ കിട്ടിയ ഒരു സാരി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിരിക്കുകയാണ്. മീൻസ് അതിന്റെ ഡിസൈൻ തന്നെ നല്ലൊരു കാര്യമാണ്. കാരണം പിന്നെ ഉറപ്പായിട്ടും അതൊരു മനസ്സിലുണ്ട്, നെയ്യാനുള്ള ആള് കിട്ടണം. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വർക്കൊക്കെ നെയ്യാണെങ്കിൽ നമുക്ക് എത്ര സമയം വേണം? ഇപ്പൊ ചന്ദ്രയാൻ അതൊക്കെ ചെയ്യുമ്പോഴേക്കും അതൊക്കെ ഡിസൈൻ വർക്ക് ചെയ്ത് കാർഡ് അടിച്ച് ജക്കാർഡ് കാർഡ് ഒക്കെ അടിക്കണം. ഓക്കെ. അതൊക്കെ അടിക്കുമ്പോഴേക്കും എങ്ങനെയും ഒരു കൊല്ലമൊക്കെ എങ്ങനെ ആക്കളയും. ചേട്ടാ, ഇപ്പൊ ഈ ഇരിക്കുന്ന സാരിയൊക്കെ ഇവിടെ നെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ ഷോപ്പ്. അപ്പം എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്ന് പറയുന്നത് ഈ നെയ്ത്തിനെക്കാട്ടിയൊക്കെ കൂടുതൽ ഈ ഡിസൈനും കാര്യങ്ങളും ഒക്കെ കാണാനാണ്. അപ്പൊ നമുക്ക് ഇതും അങ്ങോട്ടേക്ക് കൊണ്ടുതന്നല്ലേ? ഓക്കെ. അപ്പം ഓക്കെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കളക്ഷൻസ് ഒക്കെ കാണാമല്ലോ. അപ്പം ആൾക്കാർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും പെണ്ണ്. ചേട്ടാ, ഇത് പെയിന്റ് വർക്ക് ഉള്ളതാണല്ലേ? ഓക്കെ. ഇത് മുഴുവനും ഓക്കെ പെയിന്റിൽ ചെയ്തിട്ടുള്ളതാണ്. ഹാൻഡ്ലൂം തന്നെ.
പെയിന്റ് ചെയ്താണ്. അയ്യോ എന്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന്റെ മുന്താണി. ഉള്ളിലൊക്കെ അതിന്റെ കളർ വേരിയേഷനും വരുന്നുണ്ട്. നിറയെ കളർ ഉണ്ട്. ഇത് 15 കളർ ഉണ്ട് ഇതിൽ. അയ്യോ ബോഡി ഫുള്ള് മയിൽപ്പീലി പെയിന്റ്. കളറും പോവില്ല, ഒന്നും പോവില്ല. ഓ നല്ല സിമ്പിൾ ആണ്, പക്ഷെ നല്ല രസമുണ്ട്. വില എത്ര ഇതിന്? ഇത് 750 ഉള്ളൂ. അത്ര 750 രൂപയുള്ളൂ അല്ലേ? ഞങ്ങള് നെയ്തുകൊണ്ട് കമ്മിയെ കൊടുക്കാണ്. 750. ശരിക്കും നമ്മൾ എനിക്ക് തോന്നുന്നു ഇത് നോർമലി ഒരു ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇതിന്റെ ഡബിൾ ചാർജ് ആയിരിക്കും. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ ഇത്. പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള. ഇതിന്റെ ഒക്കെ റേറ്റ്? ഇത് 750. അതുപോലെ ഇതും സിൽവർ. സിൽവർ, പക്ഷെ നല്ല ലൈൻസ് ഉള്ളത്. ഇതും റേറ്റ് 950. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല സാരിയാണ്. അതിന്റെ തന്നെ കോപ്പർ വേർഷൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ സെയിം റേറ്റ് ആണല്ലേ? ഇത് 650 ഉള്ളൂ അല്ലേ? ഓ നല്ല ആയിട്ടുണ്ട്. ഡോട്ട്സ്, പോൾക്കാ ഡോട്ട്സ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊക്കെ നമ്മള് ബോഡിയിൽ വർക്ക് ഡോട്ട്സ് തന്നെ. ഓക്കെ, ഇതിന് 650 രൂപ അല്ലേ? അപ്പം പിന്നെ സെറ്റും ഉണ്ടും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതൊക്കെ? ഓക്കെ, അപ്പൊ ഇതിനൊക്കെ എത്രയായിട്ട് അത് ഈ ഒരു സെറ്റും ഉണ്ടും ഒക്കെ? അത് 650. ഓ നല്ലതായിട്ടുണ്ട് കേട്ടോ, കാരണം അതിന്റെ ഒരു ഞാൻ ഈ ഡിസൈൻ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ സിമ്പിൾ ആണ്, എന്നാ നല്ല കളേഴ്സും ഇതൊക്കെ ഇരിക്കുന്നതെല്ലാം ആ റേഞ്ച് തന്നെയാണ് അല്ലേ? 550, 450. ഇപ്പൊ വില കുറവ് തന്നെ, നമ്മൾ സ്വന്തം ചെയ്തോണ്ടേ വില കുറച്ച് വെക്കണത്. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് എല്ലാവർക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നൊന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഉറപ്പായിട്ടും. കാരണം അതെ 550, 650 എന്നൊക്കെ പറയുമ്പോൾ നല്ല റേറ്റ് ആണ്. അതെ, കുറെ ട്രഡീഷണൽ ആയിട്ടുള്ളതും അല്ലാണ്ട് ഒക്കെ ഉണ്ടല്ലേ, ഒരുപാട് കളേഴ്സിന്റെയും. പിന്നെ ഡബിൾ മുണ്ടും കാര്യങ്ങളും. ഓ, അപ്പൊ ആണുങ്ങൾക്കും ഉള്ള. ഓക്കെ, ഇതൊക്കെ ഇപ്പൊ എനിക്ക് ഇപ്പം ഈ ഒരു പ്രാവശ്യത്തെ കോപ്പർ പക്ഷെ നന്നായിട്ടുണ്ട്, കാരണം വളരെ സിമ്പിൾ ആണ്. എല്ലാ കളർ എല്ലാ വെറൈറ്റീസും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ കളറിലും ചെയ്യുന്നുണ്ടല്ലേ ഏട്ടാ സാരി? നമ്മുടെ കളർ സാരീസ് അല്ലേ നെയ്യുന്നുണ്ടല്ലേ? ഓ, ഇത് ജക്കാടല്ലേ? നന്നായിട്ടുണ്ടല്ലോ കളറ്. എത്ര? 1250 അല്ലേ? നല്ല സാരി. ഈ ടീച്ചേഴ്സ് ഒക്കെ കൂടുതൽ യൂസ് ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള സാരീസ് ആണ്. ഈ നല്ല കളർ, ഡാർക്ക് കളർ, ബ്രൈറ്റൻ കളേഴ്സ്. ഇതും ഇവിടെ തന്നെ ചെയ്യുന്നതാണോ? അല്ല, ഇത് നമ്മുടെ സ്വന്തക്കാർ നെയ്യുന്നതാണല്ലേ? ഇതെന്താ ചേട്ടാ മെറ്റീരിയൽ പറയുന്നത്? പട്ട്. ഓക്കെ, ഇതൊക്കെ റേറ്റ് എങ്ങനെയാ വരിക? ഇത് 650. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു, കാരണം ഇത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. സിമ്പിൾ ആണ്, വിലക്കുറവാണ്. വൺസ് യൂസ് ചെയ്ത് നമ്മളെ നല്ല. അയ്യോ, നല്ല കോമ്പിനേഷൻ കേട്ടോ, ബ്ലൂ ആൻഡ് ഗ്രീൻ. 680. വിത്ത് ബ്ലൗസ്. ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലേ ഇതിനകത്ത്? ഇത് പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധികം സോഫ്റ്റ് സിൽക്ക് പോലെ. സോഫ്റ്റ് സിൽക്ക് പോലത്തെ. അയ്യോ, നല്ല കോമ്പിനേഷൻ. നന്നായിട്ടുണ്ട്, കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ഇതും നെയ്തെടുക്കുന്ന സാരി തന്നെ. അപ്പൊ ഇതിന്റെ എല്ലാ ഷെയ്ഡുകളും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡാർക്കും ബ്രൈറ്റും എല്ലാം ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓക്കെ. ഓണത്തിന് മാത്രമല്ല 365 ദിവസം അതിനോടെ ഉണ്ട്.
അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓണസമ്മാനം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓണസമ്മാനം ഇതാണ്, സെൽവൻ ചേട്ടൻ്റെ വക ചേട്ടൻ നെയ്തിട്ടുള്ള സാരികളാണ് കേട്ടോ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ. കാരണം സെൽവൻ ചേട്ടനെ പോലെ കുറേ ആൾക്കാരുണ്ട് ഈ ഗ്രാമത്തിൽ. ഒരുപാട് പേരും നമ്മൾ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ പോയിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് പോലെയൊക്കെ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കടകളുടെയും കാര്യങ്ങളെയൊക്കെയാണ്. പക്ഷേ ഇവരെ പോലുള്ളവരാണ് ശരിക്കും അറിയപ്പെടേണ്ടത്. കാരണം ഇവർ ഭയങ്കരമായിട്ടിരുന്ന് കഷ്ടപ്പെട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതുപോലെയുള്ള ഓരോ ഉത്സവങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇവരെ വലുതായിട്ട് ആരും അറിയപ്പെടുന്നില്ല. അപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതുപോലെയുള്ള സംരംഭകർ അല്ലെങ്കിൽ അറിയപ്പെടാത്ത ആൾക്കാരെ ഒന്ന് പുറത്തേക്കൊന്ന് കൊണ്ടുവരണം, അവരെ ലോകം അറിയണം എന്നുള്ളത്. കാരണം ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ചേട്ടന് ചന്ദ്രയാൻ 3 ലോഞ്ച് ആയതിനു ശേഷം ചേട്ടന് ഉള്ള ചേട്ടൻ്റെ ഒരു മനസ്സിൻ്റെ ആ ഒരു വലിയൊരു മനസ്സാണ് ചേട്ടൻ എന്തെങ്കിലും ISROയിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും നല്ല വലിയ മനസ്സുകൾ ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഞങ്ങളുടെ വക ഹാപ്പി ഓണം.